മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വയനാട് ടൗൺഷിപ്പിൽ ആദ്യ കുടുംബം താമസം തുടങ്ങി. ചൂരൽമല സ്വദേശി കണ്ണംകൈ വീട്ടിൽ വിജയനും കുടുംബവുമാണ് ഇന്ന് പാലുകാച്ചൽ ചടങ്ങ് നടത്തി താമസം തുടങ്ങിയത്. പിണറായി വിജയൻ, കെ രാജൻ തുടങ്ങിയ നേതാക്കൾ കുടുംബത്തെ ഫോണിൽ വിളിച്ച് ആശംസകൾ അറിയിച്ചു. ഒരു ദുരന്തകാലത്തിന്റെ മുറിപ്പാടുകൾ ഇനിയും ബാക്കി നിൽക്കെ പുത്തൻ പ്രതീക്ഷകളുമായി തനിക്ക് ലഭിച്ച സ്വപ്നക്കൂടിലേക്ക് ചേക്കേറുകയാണ് വിജയനും കുടുംബവും. ഒറ്റ രാത്രി കൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ട് സഹോദരിയുടെ വീട്ടിൽ അഭയം തേടേണ്ടി വന്ന കുടുംബം ഇനി താമസിക്കുക ടൗൺഷിപ്പിലെ 1-ാം നമ്പർ സോണിലെ ഡി ക്ലസ്റ്ററിലെ 38-ാം നമ്പർ വീട്ടിൽ. ഈ സന്തോഷവേളയിൽ ദുരന്തത്തിന്റെ ആദ്യ ദിനം മുതൽ ഇന്ന് വരെ തന്നെ ചേർത്ത് നിർത്തിയ എല്ലാ മനുഷ്യരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ് വിജയൻ. ഇവിടെ വന്ന ആളുകൾ പറയുന്നു, ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ തോതിലാണ് നിങ്ങൾക്ക് ഈ ഭവനങ്ങൾ നൽകിയിട്ടുള്ളതെന്ന് പറയുന്നു. ഞങ്ങൾ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. അവർക്കും ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും, ഞങ്ങളെ എതിർത്ത എല്ലാവർക്കും ഞങ്ങൾ ഈ നിമിഷത്തിൽ സന്തോഷം പങ്കുവെക്കുകയാണ്. ചടങ്ങിനിടെ ഒരപ്രതീക്ഷിത അതിഥിയുടെ വിളി വീഡിയോ കോളായി എത്തി. പാലുകാച്ചൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായി വിജയൻ ക്ഷണിച്ചത് ദുരന്തകാലം മുതൽ തങ്ങളെ ചേർത്ത് നിർത്തിയ മുൻ മന്ത്രി OR കേളുവിനെയാണ്. വളരെയേറെ സന്തോഷം നൽകുന്ന നിമിഷമെന്ന് OR കേളു പ്രതികരിച്ചു. മുൻ മന്ത്രി എന്ന നിലയ്ക്ക് നാളെ എൻ്റെ വീട്ടിൽ കൂടുതലാണ്, ഒന്ന് വന്നാൽ വളരെ സന്തോഷമായിരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രാവിലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ സന്തോഷകരമായിട്ട് വിജയേട്ടനും കുടുംബത്തിനും ഇവിടെ കഴിയാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. കുടുംബത്തിന് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. സർക്കാർ നൽകിയ 1 ലക്ഷം രൂപ ഉപയോഗിച്ച് വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതിനു ശേഷമാണ് കുടുംബം പുതിയ വീട്ടിൽ താമസം തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ 178 വീടുകളാണ് ടൗൺഷിപ്പിൽ ദുരന്തബാധിതരായ കുടുംബങ്ങൾക്ക് കൈമാറുന്നത്. തിങ്കളാഴ്ചയോടെ മുഴുവൻ വീടുകളും കുടുംബങ്ങൾക്ക് കൈമാറും. വരും ദിവസങ്ങളിൽ കൂടുതൽ കുടുംബങ്ങൾ ടൗൺഷിപ്പിൽ താമസം തുടങ്ങും. ന്യൂസ് മലയാളം, വയനാട്.